ഹായ് കീം ആസ്പിരൻസ്. കീം എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. കീം എക്സാമിനേഷനിൽ എഞ്ചിനീയറിംഗിന് മാത്രം അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിന് രാവിലെയാണ് എക്സാമിനേഷൻ നടക്കുന്നത്. 9:30 ആ എക്സാമിനേഷന്റെ കട്ട് ഓഫ് ടൈം. 3 മണിക്കൂർ ഡ്യൂറേഷനിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 3 സബ്ജക്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് രാവിലത്തെ എക്സാമിനേഷൻ നടക്കുന്നത്. എഞ്ചിനീയറിംഗിന് മാത്രമായി അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിനായിരിക്കും രാവിലെ എക്സാമിനേഷൻ നടക്കുക. ബിഫാമിന് മാത്രമായി അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിന് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാമിനേഷൻ നടക്കുന്നത്. 1.5 മണിക്കൂർ ഡ്യൂറേഷനിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്രമായിരിക്കും ആ എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അതിന്റെ കട്ട് ഓഫ് ടൈം വരുന്നത് 3 മണിയാണ്. 3 മണിക്ക് ശേഷം നിങ്ങളെ എക്സാമിനേഷൻ സെന്ററിലേക്ക് കയറ്റി വിടുന്നതായിരിക്കില്ല. ഇത് രണ്ടിനും അപ്ലൈ ചെയ്ത, അതായത് ബിഫാമിനും എഞ്ചിനീയറിംഗിനും രണ്ടിനും അപ്ലൈ ചെയ്ത ഒരു ആസ്പിരന്റിന് അഡ്മിറ്റ് കാർഡ് വന്ന സമയത്ത് അതിൽ ഒരു എക്സാമിനേഷന്റെ റിപ്പോർട്ടിംഗ് ടൈമും ഡ്യൂറേഷനും ഇൻഫർമേഷനും മാത്രമേ അഡ്മിറ്റ് കാർഡിൽ വന്നിട്ടുള്ളൂ. രണ്ടിനും അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിന് രാവിലത്തെ എഞ്ചിനീയറിംഗ് എക്സാമിനേഷന്റെ ടൈമിംഗ് മാത്രമേ അഡ്മിറ്റ് കാർഡിൽ വന്നിട്ടുള്ളൂ. ഈ ഒരു കൺഫ്യൂഷൻ പറഞ്ഞുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ സൈലത്തിലേക്ക് വിളിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് നമ്മൾ ഇവിടുന്ന് വിളിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എഞ്ചിനീയറിംഗിന് മാത്രം അപ്ലൈ ചെയ്ത സ്റ്റുഡൻസ് രാവിലത്തെ പരീക്ഷയാണ് എഴുതേണ്ടത്. ബിഫാമിന് മാത്രം അപ്ലൈ ചെയ്ത സ്റ്റുഡൻസ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയാണ് എഴുതേണ്ടത്. എന്നാൽ ഇതിന് രണ്ടിനും അപ്ലൈ ചെയ്ത സ്റ്റുഡൻസ് 2 പരീക്ഷ സെപ്പറേറ്റ്ലി എഴുതേണ്ടതില്ല. ഒരൊറ്റ പരീക്ഷ എഴുതിയാൽ മതി. രാവിലെ നടത്തപ്പെടുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ചേർന്ന് വരുന്ന 3 മണിക്കൂറിന്റെ ആ ഒരൊറ്റ പരീക്ഷ മാത്രം എഴുതിയാൽ മതി. അതിൽ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും മാർക്ക് മാത്രം പരിഗണിച്ചുകൊണ്ട് ബിഫാമിന് ഒരു സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റും ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും 3ന്റെയും മാർക്ക് പരിഗണിച്ചുകൊണ്ട് എഞ്ചിനീയറിംഗിന് ഒരു സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റും വേറെ വരുന്നതാണ്. അപ്പോൾ രണ്ടിനും അപ്ലൈ ചെയ്ത സ്റ്റുഡൻസ് ഈ ഒരൊറ്റ പരീക്ഷ എഴുതിയാൽ മതി. ഈ 3 സബ്ജക്റ്റും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 3 സബ്ജക്റ്റും ചേർന്ന് വരുന്ന ഒരൊറ്റ പരീക്ഷയാണ് രാവിലെ നടത്തപ്പെടുന്നത്. രണ്ടിനും അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിന് ഒരൊറ്റ റിപ്പോർട്ടിംഗ് ടൈം മാത്രമേ അഡ്മിറ്റ് കാർഡിൽ വരുള്ളൂ. അതൊരു മിസ്റ്റേക്ക് അല്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. രണ്ടിനും അപ്ലൈ ചെയ്ത സ്റ്റുഡൻസ് ആ രാവിലത്തെ ഒറ്റ പരീക്ഷ എഴുതിയാൽ മതി. ഇനി എക്സാമിനേഷന്റെ സെന്റർ അലോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പല കുട്ടികൾക്കും പല പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോടുള്ള കുട്ടിക്ക് എറണാകുളമൊക്കെ സെന്റേഴ്സ് കിട്ടിയതായിട്ട് നമ്മുടെ കമന്റ് സെക്ഷനിലൊക്കെ ഒരുപാട് കുട്ടികൾ പറഞ്ഞു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇത് CBT ബേസ്ഡ് ആയിട്ട് ആദ്യമായിട്ടാണ് കേരള ഗവൺമെന്റ് നടത്തുന്നത്. അപ്പോൾ ഓരോ ജില്ലയിലെയും ആസ്പിരൻസിന്റെ എണ്ണവും ആ ജില്ലയിലുള്ള എക്സാമിനേഷൻ സെന്റേഴ്സിലെയും അവൈലബിൾ ആയ കമ്പ്യൂട്ടേഴ്സിന്റെ സിസ്റ്റത്തിന്റെ എണ്ണവും ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഒരു കുട്ടിക്ക് ആ കുട്ടി ചൂസ് ചെയ്ത ഡിസ്ട്രിക്റ്റിൽ തന്നെ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കണമെന്നില്ല. കാരണം കമ്പ്യൂട്ടേഴ്സിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിരിക്കും, ആസ്പിരൻസിന്റെ എണ്ണവും കമ്പ്യൂട്ടേഴ്സിന്റെ അവൈലബിലിറ്റിക്കും അനുസരിച്ചിരിക്കും ഈ ഒരു അലോട്ട്മെന്റ്. അതുകൊണ്ടാണ് ചില കുട്ടികൾക്ക് അല്പം ദൂരെ പോയി എക്സാം എഴുതേണ്ട സാഹചര്യം ഉണ്ടായത്. സോ അതിലേക്ക് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ വളരെ നേരത്തെ തന്നെ എക്സാമിനേഷൻ സെന്ററിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചുകൊണ്ട് ഒഫീഷ്യൽസിനോട് ഡയറക്റ്റ് സംസാരിക്കാൻ സാധിക്കും. ഹെൽപ്പ് ലൈൻ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ ഇതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ സംശയം ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. സോ എല്ലാ കൺഫ്യൂഷൻസും തീർത്ത് കൃത്യമായി എക്സാമിനേഷൻ എഴുതാനുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടി എക്സാമിനേഷൻ സെന്ററിലേക്ക് നടന്നു ചെല്ലുക. ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് കാണാം. ബൈ.